മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. വെള്ളിയാഴ്ച മുതൽ നിയമനം പ്രാബല്യത്തിലാകും. മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയും ഉത്തരവിറങ്ങി. നിലവിലുള്ള പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവരുടെ കാലാവധി 13-ന് അവസാനിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം. കൂടുതൽ വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. നഷ്ടപ്പെട്ട പ്രതിച്ഛായ എങ്ങനെ വീണ്ടെടുക്കാനായിരിക്കും ഇനി ശ്രമിക്കുക ദേവസ്വം ബോർഡ്? രോഹിണി, സർക്കാരിന്റെ ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ് ഇത് നമുക്ക് പറയാൻ സാധിക്കും. കെ ജയകുമാറിനെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ഉത്തരവായി തന്നെ സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ ജയകുമാർ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കെ രാജുവിനെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ഉത്തരവും ഇതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിയമനം 2 വർഷത്തേക്കാണ്. വെള്ളിയാഴ്ച തന്നെ ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വരും. അദ്ദേഹം നിയമപരമായി തന്നെ ഈ ഒരു ചുമതലയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ചയാകുമ്പോൾ 14-ാം തീയതിയാണ് ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. 12-ാം തീയതി ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കും. ശേഷം തന്നെ ഉടൻ തന്നെ ഈ ഒരു പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടുത്തൊരു സ്ഥാനാർത്ഥിയെ നിയമിച്ചതിലൂടെ സർക്കാരിന്റെ ഒരു മറ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ എല്ലാം മറച്ചുകൊണ്ട് തങ്ങളുടെ തെറ്റുകളെല്ലാം ഉയർത്തിപ്പിടിക്കാതെ അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം 2 വർഷത്തേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ഉത്തരവായി തന്നെ സർക്കാർ ഇപ്പോൾ ഇത് ഇറക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.